ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ കസിൻസ് എല്ലാവരും ചേർന്നിട്ട് കാസർഗോഡ് ബീച്ച് കാർണിവലിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് അവിടേക്ക് പോവാണ്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഒരു ഫീലില്ല, കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫീലാണ്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ എവിടെയോ ദൂരെയുള്ള ഒരു സ്ഥലം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം കാസർഗോഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി ആദ്യം പോയത് ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ്. അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗൊക്കെ നടത്തി ചെറുതായിട്ട് ചെറിയ ഐറ്റംസൊക്കെ വാങ്ങി അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഫേയിലേക്കാണ് വരുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തടുത്തായിട്ട് ചെറിയ കുറേ കഫേ ഉണ്ട്. അവിടെ നമ്മൾ പോയി ഇരുന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ കയ്യിൽ മെനു തരും. എല്ലാവരും ക്യൂ ആയിരിക്കും, ഭയങ്കര തിക്കും തിരക്കുമായിട്ട് അവർ കൊണ്ടുവന്ന് തരും. അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയപ്പോൾ തന്നെ ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ നടന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ പോയത് ഈ ബീച്ച് ഫെസ്റ്റിലേക്കാണ്. പോയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന തന്നെ ഈ സൈക്കിൾ ബാലൻസ് ആണ്. ഇതിൽ നിന്നുണ്ടല്ലോ ഏതോ ചില ഐറ്റംസൊക്കെ ഈ പാർട്സൊക്കെ മിസ്സിങ് ആയിരിക്കും. പക്ഷേ അവരൊരു ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ടാവും, അതുവരെ നമ്മൾ ഈ സൈക്കിൾ ഓടിക്കണം. അത് ഓടിച്ച് കംപ്ലീറ്റ് ആക്കുന്ന ആൾക്ക് 2000 റുപ്പീസ് കിട്ടും. ആളുകൾ കുറഞ്ഞു പോയി എന്നുള്ളതുകൊണ്ട് അവരാരും പരിപാടി ഇതിനോടൊപ്പം വലിയ സ്റ്റേജ് പ്രോഗ്രാം ഈ പരിപാടിക്കില്ല എന്ന് നേരത്തെ നാട്ടുകാർ അങ്ങനെ ഈ പരിപാടി എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ആയിരിക്കില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്തെങ്കിലും നമ്മളെ കൊണ്ട് ഇതൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞു ഇതാർക്കും നടക്കാൻ പറ്റില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരാളെ തന്നെ നമുക്ക് സൈക്കിൾ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ കണ്ടു എന്നതാണ്. ഇതിന്റെ ഭാഗമായ സിംഗപ്പൂർ യാത്ര ചിത്രീകരിച്ച് കാണിക്കുക. പിന്നെ ഇതൊക്കെ കണ്ട ഇതിൻ്റെ പേരറിയില്ല എനിക്ക്. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾക്ക് ഒരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചില കുട്ടികൾ കണ്ട് കരയായിരുന്നു, ചിലവർക്ക് ഭയങ്കര സന്തോഷവുമായിരുന്നു, ചില കുട്ടികൾ പിക്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോയി. അവിടെ പല ഗെയിംസും കോമ്പറ്റീഷൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് കണ്ടു, ഈ മൗണ്ടെയിൻ പോലത്തെ സംഭവം. ഇവിടെ ഇങ്ങനെ കയറി ഇതിൻ്റെ ടോപ്പിലെത്തണം. അങ്ങനെ ഫസ്റ്റ് ഒരു കസിൻ ട്രൈ ചെയ്തെങ്കിലും അവൾക്ക് പറ്റിയില്ല. ഇവനെ കാണുന്നുണ്ടോ? ഇവന് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് നല്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് കയറുന്നത്. ഇവന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇത്.
Learn from world-class yoga instructors like Chris. അങ്ങനെ പിന്നെ കുറേ ഗെയിംസ് ആയിരുന്നു ഇവിടെ. പിന്നെ ഈ ജെയിൻറ്റ് വീല്, ട്രെയിന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ ഇതിൽ കറങ്ങുന്നതും തിരിയുന്നതൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി. ഈ ഒച്ച കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു കുട്ടി കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ? ഇത് ബുഷേനാണ്. അതിൽ കയറിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു, എന്നൊന്ന് ഇറക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഒച്ച കേൾക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഞാനതുപോലത്തെ സംഭവങ്ങളിൽ കയറാറേ ഇല്ല. ഇവൾക്ക് നോർമൽ ഇതുപോലത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് കയറിയിട്ട് ഇതാണ് അവസ്ഥ. പിന്നെ ഫ്രണ്ടിലെല്ലാം പോയപ്പോൾ കുറേ പോകാനുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കടകളും അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, എല്ലാ എക്സിബിഷൻ, ഫെസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. നമ്മുടെ ഇതിൽ ജോയിൻ ആവാറും ഉണ്ട്. പക്ഷേ ഇതിൽ ഇതുവരെ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളും ഇങ്ങനെയാണോ ഗൈസ്? പിന്നെ ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടേക്ക് പോയി കേട്ടോ, സ്റ്റേജ് പ്രോഗ്രാം ഉള്ളിടത്തേക്ക് പോയി. ആദ്യം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ ഫുൾ ആൾക്കാരായിരുന്നു അവിടെ. അങ്ങനെ ഈ ബൈക്ക് റൈഡേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ആദ്യം ബാക്കിൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു പാട്ട് കേട്ടപ്പോൾ. പിന്നെ അവരെല്ലാവരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പിന്നെ സ്റ്റേജിൽ ഭയങ്കര അടിച്ച് പൊളിയായിരുന്നു അവരുടേത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 31st വരെ ഈ ഫെസ്റ്റ് നടക്കും. 31st ആണ് എല്ലാത്തിനും എൻഡ്, ഡേ എൻഡ് ആവുന്നത് 31st നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആൾക്കാർ പോകണം. ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 31st DJ പ്രോഗ്രാംസും ചെണ്ടമേളം അതൊക്കെ ഉണ്ടാവും. പിന്നെ ലാൻറ്റേൺ ഫെസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ 2025 ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ട് ഈ ലാൻറ്റേൺ ഫെസ്റ്റൊക്കെ നടത്തും. ഇവിടെ ഒരു 10,000 ആൾക്കാരൊക്കെ കൂടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ഉണ്ടല്ലോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ 31st അന്നാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും എല്ലാ എക്സ്പീരിയൻസും സൂപ്പർബായിട്ടുള്ള എല്ലാം ഉള്ളതും അന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇത്തവണ ആ ഡേറ്റിനൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് മുമ്പ് തന്നെ വന്നതാണ്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോകാൻ നല്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ 31st പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അന്ന് ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും, ഭയങ്കര ബിസി ആയിരിക്കും, ആൾക്കാരും ഫുള്ളുണ്ടാവും. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ലേറ്റായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇനിയൊരു വീഡിയോ ആയിട്ട്
വരാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ.